ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം തിരുവചനം. ലജ്ജയും അവമാനവും അങ്ങയുടെ ദാസരെയും ആരാധകരെയും ബാധിച്ചിരിക്കും. ഹല്ലേലൂയ. ലജ്ജയും അവമാനവും തെരഞ്ഞെടുക്കപ്പെട്ട ദാസരെയും, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വിശ്വാസികളെയും ബാധിച്ചിരിക്കും. ലജ്ജിക്കപ്പെടുന്ന വിധത്തിലുള്ള പൈശാചിക ഇടപെടലുകൾ, പൈശാചിക പ്രവർത്തനങ്ങൾ, ലജ്ജിക്കപ്പെട്ടു പോവുകയാണ്. യേശുവിന് സാക്ഷ്യം വഹിക്കേണ്ടവർ ലജ്ജിതരായി ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ തല താഴ്ത്തുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നലെ ഒരു വിശ്വാസി വിളിക്കുകയാണ്, ബ്രദറെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് തെന്നി വീഴുകയാണ്. ബ്രദറെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ബ്രദറെ, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞൊരു വചനമേ ഇതിന് പരിഹാരമുള്ളൂ. ആ വചനം ഇതാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അതാണ് ആ വചനം, അതാണ് ആ സാധ്യത. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി സംഭരിക്കും, ശക്തിയാൽ നിറയും, ശക്തിയുടെ വ്യക്താവാകും. ശക്തിയുടെ വ്യക്താവ് ആരാകുന്നുവോ അവരുടെ മേൽ പിന്നെ അശക്തിക്ക് സ്ഥാനമില്ല. അവൻ ശക്തനായിരിക്കും. ബലഹീനതയ്ക്ക് സ്ഥാനമില്ല, കാരണം അവൻ ബലവാനായിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ആശയം കൊണ്ട്, ഉപദേശം കൊണ്ട് ആരെയും രക്ഷിക്കാൻ കഴിയുകയില്ല. ഈ കേൾക്കുന്ന എല്ലാവർക്കും നല്ല ആശയങ്ങളുണ്ട്, നല്ല ഉപദേശങ്ങൾ അവർക്കും പറയാനുണ്ട്. പക്ഷെ ഉപദേശം ആരെയും രക്ഷിക്കില്ല. ഹല്ലേലൂയ. നല്ല പ്രബോധനവും ആരെയും രക്ഷിക്കില്ല, അവബോധം വരുത്തും. എന്നാൽ രക്ഷിക്കണമോ, അതിൽ നിന്ന് വീണ്ടെടുപ്പുണ്ടാകണമോ, അതിൽ നിന്ന് ആ വ്യക്തിക്ക് പൂർണ്ണമായി വിടുതലുണ്ടാകണമോ, അതിനേക വഴി പരിശുദ്ധാത്മാവാണ്. എല്ലാ പ്രസംഗകരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനശാലകളാകണം. അതാണ് 1 കൊരിന്ത്യസ് 4:20. ദൈവരാജ്യം വാക്കുകളിലല്ല, ദൈവരാജ്യം ശക്തിയാലാണ്. ദൈവരാജ്യത്തിൻ്റെ ശക്തിയായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനങ്ങളാകണം വിശ്വാസിയുടെ ജീവിതത്തിൽ, ഒരു ശുശ്രൂഷകന്റെ ജീവിതത്തിൽ. ഇന്ന് അനേക വൈദികർ പലവിധമായ ജഡിക പാപത്തിൽ, അനേക തിരഞ്ഞെടുക്കപ്പെട്ടവർ ജഡിക പാപത്തിൽ, അനേക ശുശ്രൂഷകർ ജഡിക പാപത്തിൽ, ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ, സ്ഥാനമാനങ്ങളിൽ, വസ്തുവകകളിൽ, സമ്പത്തിൽ, പേരിലും പ്രശസ്തിക്കുമായി ഓടിയലയുന്ന ഈ മ്ലേച്ഛതയുടെ കാലത്ത് അവമാനം പേറുന്ന വിശ്വാസികളെ, അവമാനം പേറുന്ന ദൈവ ശുശ്രൂഷകരെ, ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ, കർത്താവിന് പറയാനുള്ള ഒറ്റ കാരണമുള്ളൂ: ചോദിക്കുവിൻ, എത്രയധികമായി നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന് നൽകിയില്ലയോ.